ഡോക്ടർ ജയരാജ് സാർ കേന്ദ്ര ഗവൺമെന്റ് മഹാത്മാഗാന്ധിയുടെ പദ്ധതിയെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം പോലും ഈ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം തയ്യാറായതില്ല സാർ. എന്റെ ചോദ്യം, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ നിയമം അത് നിലവിൽ ഡിമാൻഡ് ഡ്രിവൺ ഫ്രെയിംവർക്കിൽ നിന്ന് സെപ്പറേറ്റ് ഡ്രിവൺ ഫ്രെയിംവർക്കിലേക്ക് മാറ്റുമ്പോൾ സംസ്ഥാനത്തുണ്ടാകുന്ന അധിക ബാധ്യതയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട്. എന്തായിരിക്കും സംസ്ഥാന കാര്യത്തിൽ ഏറ്റെടുക്കാൻ പോകുന്ന നടപടി? അധിക ബാധ്യത ഇപ്പോൾ കൃത്യമായിട്ട് പ്രവചിക്കാനാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രം എത്ര തൊഴിലാണ് അനുവദിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം കണക്കിലെടുക്കേണ്ടതുണ്ട്. കേന്ദ്രം അനുവദിക്കുന്ന തൊഴിലിൻ്റെ 60% കേന്ദ്ര ഗവൺമെന്റ് തരൂ. അതിൻ്റെ 40% സംസ്ഥാനം വഹിക്കേണ്ടി വരും. പിന്നെ പുതുതായി തൊഴിൽ സൃഷ്ടിക്കുകയാണെങ്കിൽ അതിന് 100% വഹിക്കേണ്ടി വരും. അപ്പോൾ എത്രയായിരിക്കും അധിക ബാധ്യത എന്ന് ഈ ഘട്ടത്തിൽ പറയാനാവില്ല. പല കണക്കുകൾ വന്നിട്ടുണ്ട്. 3000-3500 കോടി വരെ അധിക ബാധ്യത വരുമെന്ന കണക്കുകളെല്ലാം വന്നിട്ടുണ്ട്. സാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിൽ കേന്ദ്ര ഗവൺമെന്റ് 1210 കോടി രൂപ കൂലി ഇനത്തിൽ കുടിശ്ശികയാണ് സാർ. കേരളത്തിലെ 22 ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകേണ്ട കൂലി 1210 കോടി കുടിശ്ശികയാണ്. ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ 10-18 MP-മാരുണ്ട് സാർ. ഇന്ന് വരെ വാ തുറന്ന് ഈ കാര്യം പാർലമെന്റിൽ ചോദിക്കാൻ അവരാരും തയ്യാറായിട്ടില്ല. ജനങ്ങളുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വോട്ടും വാങ്ങി ജയിച്ചു പോയിട്ട് ഇവരൊന്നും വാ തുറന്ന് ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരുടെ നേതാവ് പ്രിയങ്ക ചായയും കുടിച്ച് മോദിയോടൊപ്പം ആഘോഷിക്കുന്നത്, തൊഴിലുറപ്പിനെ തകർത്തത് ആഘോഷിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇതാണ് ഇവരുടെ മനോഭാവം, ഇവരുടെ സമീപനം ഇതാണ് സാർ.